ബി.ജെ.പി. സംസ്ഥാന വക്താവായിരുന്ന എം.എസ്. കുമാർ പ്രസിഡന്റായിരുന്ന തിരുവിതാംകൂർ സഹകരണ സംഘത്തിൽ കോടികളുടെ ക്രമക്കേട്. വായ്പ അനുവദിച്ചതിലും ഏജന്റ് കമ്മീഷൻ നൽകിയതിലും നിയമം പാലിക്കാതെ നടത്തിയ ഇടപാടുകളിലുമായി 32 കോടിയിലധികം നഷ്ടമുണ്ടാക്കിയെന്നാണ് കണ്ടെത്തൽ. എം.എസ്. കുമാർ അടങ്ങുന്ന ഭരണസമിതി അംഗങ്ങളിൽ നിന്ന് പണം പലിശ സഹിതം ഈടാക്കണമെന്നും സഹകരണ വകുപ്പ് അന്വേഷണ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നു. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ഇൻട്രസ്റ്റ് വിഡ്രോ ചെയ്യാൻ പോയപ്പോഴത്തേക്കിന് പൈസയില്ല, പിന്നീട് തരാം, ആ ബിൽഡിംഗ് വിൽക്കുന്നു, ഈ ബിൽഡിംഗ് വിൽക്കുന്നു, മറ്റേതാന്ന് പറഞ്ഞ് ഇങ്ങനെ നമ്മളെ എടുത്ത് തള്ളിക്കൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ ബാങ്കിലൊരു പരാതി കൊടുത്തു, എനിക്ക് കൊച്ചുമോളുടെ കല്യാണമാണ്, അതുകൊണ്ട് പൈസ കിട്ടണമെന്ന്. അപ്പോൾ അവർ റിപ്ലൈയും തന്നിട്ടുണ്ട്. ഞാൻ LIC ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് റിട്ടയറായി കിട്ടിയ പൈസയാണ് ഇവിടെ കൊണ്ടു കൊടുത്തത്. അവരിപ്പം പൈസയും തരണില്ല, ഇൻട്രസ്റ്റും തരണില്ല, ഒന്നും തരണില്ല. ഞാൻ അറിഞ്ഞില്ല ഇത് ഇങ്ങനെ പൊളിഞ്ഞു കിടക്കുകയാണെന്നുള്ള കാര്യം അറിഞ്ഞില്ല. ചതിയായിരുന്നു. കൊണ്ടങ്ങ് ഇട്ട് കൊടുത്ത് എല്ലാവരും കൊണ്ടിടാൻ നേരത്ത് പോലും പറഞ്ഞില്ല ഇങ്ങനെ പൊളിഞ്ഞിരിക്കുകയാണ്, ഇടരുതെന്നൊന്നും ആരും പറഞ്ഞില്ല. മാനേജരടക്കം പറഞ്ഞില്ല. പിന്നെ ഞാൻ ചെയ്യാനിട്ട് ഇപ്പം പോയി കേട്ടിട്ട് ഇല്ല പൈസ വരുന്നില്ല എന്നുള്ള പറച്ചിൽ മാത്രമേ ഉള്ളൂ. ഞാൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്ത് അവർ അക്നോളജ്മെൻറ്റ് തന്നു. പക്ഷേ മാനേജറില്ല, പുതിയ സെക്രട്ടറി ഇല്ല. സെക്രട്ടറി വന്നാലേ ഒക്കുള്ളൂ എന്ന് പറഞ്ഞ് ഒരു ഉഴപ്പി പോവുകയാണ്. 10-15 വർഷമായി അവിടെ ഹസ്ബൻഡിൻ്റെ റിട്ടയർ പണമാണ് അവിടെ ഇട്ടിരുന്നത്. പിന്നെ കഴിഞ്ഞ വർഷവും മോളുടെ എഡ്യൂക്കേഷന് വേണ്ടി 7 ലക്ഷം ചോദിച്ചിട്ടും അതുപോലും കിട്ടിയില്ല. അതൊക്കെ പോകാനും പറ്റിയില്ല എഡ്യൂക്കേഷൻ. ഇപ്പോഴും ചോദിക്കുമ്പോൾ അവിടെ പൈസ ഇല്ലെന്നാണ് അവർ പറയുന്നത്. പലിശയുമില്ല. ഇപ്പോൾ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 2 വർഷമായിട്ട് ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അവർ ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴേ അടുത്ത പ്രാവശ്യം അറിയാൻ ചെയ്യാം, 1 വർഷത്തേക്കൂടെ പുതുക്കണം, ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ടൈം മാറ്റി കൊണ്ടുപോകും. സൊസൈറ്റി നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നതാണ്. പെട്ടെന്നൊരു 2 വർഷമായുള്ളൂ ഇങ്ങനെ ആയിട്ട്. പക്ഷേ ഇത് അവിടെ നിന്ന് അവിടെ ഉള്ള കാശ് അവർക്ക് വേണ്ടപ്പെട്ട ഒരുപാട് പേർക്ക് ലോണ് അനധികൃതമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് പോയിട്ട് ഇതിൽ നിന്ന് ഈ ലോണ് കൊടുത്തതും ഡിപ്പോസിറ്റായിട്ട് യാതൊരു അന്തരവും വരണില്ല. 42 കോടി രൂപയോളം ഉണ്ട്. വളരെ കുറച്ച് മാത്രമേ ലോണ് കൊടുത്തിട്ടുള്ളൂ. ബാക്കി കാശ് എന്ത് ചെയ്തു എന്നുള്ളത് നമുക്കറിയാം. അതാണ് മെയിനായിട്ടുള്ളത്. എനിക്ക് ഇന്ന് കിട്ടിയില്ല. അതിന് മുമ്പ് ഒരു 7,000, പിന്നെ ഒരു 10,000 ഒക്കെ കിട്ടി. ഇനി ഒരു 30,000 രൂപ ഉണ്ട്. തരാമെന്ന് തന്നെ പറയണത്. തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ നൽകും ഈ വാർത്തയുടെ വിശദാംശങ്ങൾ. ഉമേഷ്, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ അത്ര ഈ ആശ്വാസമില്ലാത്തൊരു കാര്യമാണ് അതിൽ ആ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത്. ഈ നിക്ഷേപിച്ച പണവും ഇല്ല, അതിൻ്റെ പലിശയും ഇല്ല. ഒപ്പം ഇതിലൊരു കാര്യം പറയുന്നത് അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലായത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നതായിരുന്നു. ഒരു 2 വർഷമായിട്ടാണ് ഈ ഒരു പ്രശ്നങ്ങളിലേക്ക് കടക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഗുരുതരമായ കണ്ടെത്തലാണ് ഈ സഹകരണ വകുപ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. അത് 32 കോടി രൂപയിലധികം നഷ്ടമുണ്ടാക്കിയെന്നാണ് ഭരണസമിതിക്ക് എന്ന് പറയുന്നു. തീർച്ചയായും. ഗുഡ് മോർണിംഗ് ആര്യ, ഗുഡ് മോർണിംഗ് ശ്രുതി. എന്തായാലും ഈ പറഞ്ഞതുപോലെ അത്ര ഗുഡ് മോർണിംഗ് ഉള്ള അല്ലെങ്കിൽ സന്തോഷം നൽകുന്ന ഒരു വാർത്തയല്ല റിപ്പോർട്ട് ചെയ്യേണ്ടത്. പക്ഷേ ഇത് ഏറ്റവും സുപ്രധാനമായ വാർത്തയാണ്. കാരണം നമ്മൾ കരുവന്നൂരും കണ്ടലയും എല്ലാം കണ്ടതാണ്. അവിടെയെല്ലാം CPM അല്ലെങ്കിൽ CPI എല്ലാം ആയിരുന്നു ഇത്തരത്തിൽ ബാങ്കിൻ്റെ ക്രമക്കേടുകൾ നടത്തിയത്. അവിടെയെല്ലാം സമരവുമായി രംഗത്തുണ്ടായിരുന്നത് BJP ആയിരുന്നു. ഏറ്റവും ശക്തമായ രംഗത്തുണ്ടായിരുന്നത് BJP ആയിരുന്നു. എന്നാൽ നിലവിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് BJP നേതാവായിരുന്ന MS കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സഹകരണ ബാങ്കിലെ ക്രമക്കേടുകളെ കുറിച്ചാണ്. 2004 തിരുവിതാംകൂർ സഹകരണ സംഘം തിരുവനന്തപുരത്ത് രൂപീകരിക്കുന്നത്. 2024 ആകുമ്പോഴേക്കും ആ സഹകരണ സംഘം പൂർണ്ണമായി തകർച്ചയിലേക്ക് പോയിരിക്കുന്നു. അതിനുള്ള കാരണങ്ങൾ കണ്ടെത്താനായിരുന്നു സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തിയിരിക്കുന്നത്. അതിലെ 65 എൻക്വയറി റിപ്പോർട്ടാണ് റിപ്പോർട്ടർ ഇപ്പോൾ പുറത്തുവിടുന്നത്. അതിൽ ഗുരുതരമായ കണ്ടെത്തലുകളാണുള്ളത്. 2004 മുതൽ, അതായത് സഹകരണ സംഘം രൂപീകരിക്കുന്നത് മുതൽ തന്നെ MS കുമാറാണ് ഈ സഹകരണ സംഘത്തിൻ്റെ പ്രസിഡന്റ്. ആ കാലം മുതൽ 2023 5-ാം മാസം വരെയും MS കുമാർ പ്രസിഡന്റായി തുടർന്നു. കഴിഞ്ഞ 1 വർഷത്തോളം ബിനുലാൽ എന്ന മറ്റൊരു വ്യക്തിയാണ് പ്രസിഡന്റായി തുടർന്നത്. അതായത് ഏകദേശം 19 വർഷവും MS കുമാറായിരുന്നു ഇതിൻ്റെ പ്രസിഡന്റ്. അതോടൊപ്പം ഭരണസമിതി അംഗങ്ങളായി കൂടുതൽ പേരും BJP അനുകൂലികളോ BJP പ്രാദേശിക പ്രവർത്തകരോ ആണ് എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ്. എന്തായാലും 65 എൻക്വയറി റിപ്പോർട്ടർ ഇപ്പോൾ പുറത്തുവിടുന്നതിൽ ഗുരുതരമായ കണ്ടെത്തലുകളാണ്. അതായത് ചെക്ക് മാത്രം വാങ്ങിക്കൊണ്ട് മറ്റൊരു ഈടും ഇല്ലാതെ കോടിക്കണക്കിന് രൂപ വായ്പ കൊടുക്കുന്നു. അത് തിരിച്ചടയ്ക്കാതെ വലിയ രീതിയിൽ അതിന് വീഴ്ച വരുത്തുന്നു. അങ്ങനെ മാത്രം ഉണ്ടായിരിക്കുന്ന നഷ്ടമെന്ന് പറയുന്നത് ഏകദേശം 19 കോടി രൂപയാണ്. അതായത് 19 കോടി രൂപ മതിയായ ജാമ്യ വ്യവസ്ഥകളോ മറ്റ് ഈടോ ഇല്ലാതെ ഇഷ്ടക്കാർക്ക് തോന്നും പോലെ ലോൺ കൊടുക്കുന്നു. അത് തിരിച്ച് വാങ്ങുന്നില്ല. അതേ തുടർന്നുണ്ടായിരിക്കുന്ന നഷ്ടം 19 കോടി രൂപ.
കൂടാതെ ഇവിടെ നിക്ഷേപ ദിവസം, അതായത് ചിട്ടി പോലുള്ള മറ്റ് നിക്ഷേപ പദ്ധതികളുണ്ടായിരുന്നു. ഈ നിക്ഷേപ പദ്ധതി ഇപ്പോൾ ചിട്ടി ലഭിക്കുന്ന ആൾക്ക് തിരികെ കൊടുക്കുമ്പോൾ സാധാരണ അതിനും ഈടോ അല്ലെങ്കിൽ അതിന് കൊടുക്കുന്ന തുകയ്ക്ക് തുല്യമായ ജാമ്യമോ വാങ്ങേണ്ടതാണ്. പക്ഷേ അത്തരമൊരു പേപ്പർ വർക്കുകളോ അല്ലെങ്കിൽ ജാമ്യമോ കൃത്യമായി വാങ്ങാതെ ചെക്ക് മാത്രം വാങ്ങിക്കൊണ്ട് ഇഷ്ടക്കാർക്ക് ഇത്തരത്തിൽ ചിട്ടി ലഭിക്കുന്നവർക്ക് തോന്നും പോലെ പണം നൽകി. അങ്ങനെ ഉണ്ടായിരിക്കുന്ന നഷ്ടം ഏകദേശം 6 കോടി രൂപയാണ്. അതുകൂടാതെ തോന്നിയതുപോലെ കളക്ഷൻ ഏജന്റുമാരെ നിയമിച്ചു. അതായത് ഇത്തരത്തിൽ ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടി ആരെങ്കിലും സ്വാധീനിച്ച് പണം കൊണ്ടുവരുന്നവർക്ക് ഇഷ്ടം പോലെ തുക, ആ തുക സാധാരണ ഒരു ജീവനക്കാരനെ നിയമിക്കുമ്പോൾ സഹകരണ ബാങ്കിൻ്റെ സഹകരണ വകുപ്പിൻ്റെ അംഗീകാരം വാങ്ങണം. അത്തരത്തിൽ ഒരു അംഗീകാരവും ഇല്ലാതെ തോന്നും പോലെ ഏജന്റുമാരെ, ഇഷ്ടക്കാരെ ഏജന്റുമാരായി നിയമിക്കുന്നു. അത്തരത്തിൽ ഏജന്റ് കമ്മീഷൻ അംഗീകാരമില്ലാതെ നൽകിയത് 4 കോടി രൂപയാണ്. ഇത്തരത്തിൽ 32 കോടിയിലധികം രൂപ ഭരണസമിതി അംഗങ്ങളുടെ പിടിപ്പുകേടും ദൂർത്തും കാരണം ഈ ബാങ്കിന് നഷ്ടമുണ്ടായിരിക്കുന്നു എന്നാണ് 65 എൻക്വയറി റിപ്പോർട്ടിലെ കണ്ടെത്തൽ. ഏകദേശം നിലവിൽ 80-ലധികം പേരാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇത് ഒന്നോ രണ്ടോ തിരിമറിയല്ല, കോടികളുടെ ക്രമക്കേടാണ് ബാങ്കിൽ ഉണ്ടായിരിക്കുന്നത്, കോടികളുടെ നഷ്ടമാണ് ബാങ്കിൽ ഉണ്ടായിരിക്കുന്നത്. ഈ BJP നേതാവിനെ മാത്രം ലക്ഷ്യമാക്കൊണ്ട് BJP നേതാവ് മാത്രമാണ് ഈ സഹകരണ സംഘത്തിൽ ഉൾപ്പെടെ ഉള്ളവർ ഇതുവരെ ഒരു ആരോപണം ഉയർന്നിട്ടില്ല. ഇത്രയധികം നഷ്ടം ബാങ്കിനുണ്ടാകുന്നു. ഒപ്പം ഈ BJP നേതാവിൻ്റെ കൃത്യമായ പങ്ക് എന്താണ്, കൂടെ മറ്റുള്ളവർ ഉൾപ്പെടാനുള്ള സാധ്യത അത് തള്ളിക്കളയാനാവില്ല. കാരണം ഇത്രയധികം നഷ്ടം ഈ വർഷങ്ങൾ എടുത്തു എന്നുള്ളതാണ് ഈ ക്രമക്കേട് കണ്ടെത്താനും ഇതിപ്പോൾ വാർത്ത പുറത്തു വരാനും എന്നുള്ളത്. അപ്പോൾ ഈ നിലപാട് ഇപ്പോൾ മാത്രം വന്നത് ഈ BJP നേതാവ് മാത്രമാണോ ഇതുള്ളത്? ഇതിനെതിരെയുള്ള ആരോപണങ്ങളോ പരാതികളോ ഇതിനു മുൻപേ ഉണ്ടായിട്ടില്ലേ ബാങ്കിന്? പ്രവർത്തനങ്ങൾ താളം തെറ്റുന്നത് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഇനി BJP നേതാവ്, അതായത് MS കുമാറിൻ്റെ ഇതിലെ ഇടപെടൽ എന്താണ് എന്ന് കൃത്യമായി കണ്ടെത്തണമെങ്കിൽ ഇനി ഒരു അന്വേഷണം കൂടി നടത്തേണ്ടതുണ്ട്. കാരണം 65 എൻക്വയറി എന്ന് പറയുന്നത് ബാങ്കിൻ്റെ നഷ്ടവും അതിന് കാരണങ്ങളുമായുള്ള പ്രാഥമിക റിപ്പോർട്ട് മാത്രമാണ്. അടുത്ത റിപ്പോർട്ട് എന്ന് പറയുന്നത് 68-1 റിപ്പോർട്ടാണ്. അതിലാണ് ഓരോ വ്യക്തികളും തങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തിട്ടുണ്ട്, ഏതെല്ലാം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വിശദമായി പറയുകയും അതിൽ എത്ര രൂപ വെച്ച്, അതായത് നിലവിൽ ഈ റിപ്പോർട്ട് പ്രകാരം നഷ്ടമുണ്ടായിരിക്കുന്ന 32 കോടി രൂപയും ഭരണസമിതി അംഗങ്ങളിൽ നിന്നും സെക്രട്ടറിയിൽ നിന്നും തിരികെ പിടിക്കണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് എത്ര രൂപ വെച്ച് തിരികെ പിടിക്കണം, അതിന് കാരണങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അടുത്തൊരു അന്വേഷണം കൂടി നടത്തേണ്ടതുണ്ട്. എന്തായാലും ആ അന്വേഷണത്തിലേക്ക് സഹകരണ വകുപ്പ് പോവുകയാണ്. നിലവിൽ 65 എൻക്വയറി റിപ്പോർട്ട് മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ ഇതിൽ മറ്റൊരു കാര്യം, അതായത് നമ്മൾ റിപ്പോർട്ട് ചെയ്ത് വന്നത്, അതായത് ഏകദേശം 42 കോടിയോളം രൂപയുടെ നിക്ഷേപം ഈ ബാങ്കിലുണ്ട്. ഇതിൽ സഞ്ചിത നഷ്ടമായി കണക്കാക്കുന്നത് 32 കോടി രൂപയാണ്. അതായത് 10 കോടി രൂപ നിലവിൽ കാണാനില്ല എന്നുള്ളൊരു അവസ്ഥ കൂടിയുണ്ട്. അതായത് 10 കോടി രൂപ സാധാരണ ഇത്തരത്തിൽ പലിശ നൽകിയും ഒപ്പം മറ്റ് ഏജന്റ് കമ്മീഷൻ നൽകിയും എല്ലാം നഷ്ടമായിരിക്കുന്ന തുക കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത് 32 കോടിയാണ്. 42 കോടി രൂപ ഈ ബാങ്കിന് നിക്ഷേപമുണ്ട്. ബാക്കി 10 കോടി രൂപ എവിടെയാണെന്ന് പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതായത് 10 കോടി രൂപ ബാങ്കിൽ നിന്ന് കാണാതായിരിക്കുന്നു എന്നുള്ളതാണ് ചുരുക്കം. ഈ രീതിയിൽ ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയിരിക്കുന്നു. ഇതിൽ ബാക്കി കൂടുതൽ വിശദമായി വരണമെങ്കിൽ തൊട്ടടുത്ത അന്വേഷണ റിപ്പോർട്ട് വരണം. പക്ഷേ ഏറ്റവും സങ്കടകരമായ കാര്യം എന്തെന്നാൽ ഇത് ബാധിക്കപ്പെട്ട ആളുകളുടെ അവസ്ഥയാണ്. നമ്മൾ ഈ വാർത്ത തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ കാണിച്ച ആളുകളുടെ റിയാക്ഷൻ, അതായത് നിക്ഷേപകരുടെ റിയാക്ഷൻ. ഈ നിക്ഷേപം നടത്തിയവരെല്ലാം അവരുടെ വാർദ്ധക്യകാലത്തിലേക്ക് കടന്നവരാണ്. കൂടുതൽ പേരും സർക്കാർ സർവീസിലോ അല്ലെങ്കിൽ മറ്റ് ദീർഘകാലം ജോലി ചെയ്തോ എല്ലാം തങ്ങളുടെ ശിഷ്ടകാലത്തെ സമ്പാദ്യം മുഴുവൻ ഈ ബാങ്കിൽ നിക്ഷേപിച്ചവരുണ്ട്. 80 ലക്ഷം വരെ നിക്ഷേപിച്ച സർക്കാർ ജീവനക്കാരുണ്ട്, സർക്കാർ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തവരുണ്ട്. ഇത്തരത്തിൽ ഈ തുകയെല്ലാം ഇനി ഇവർക്ക് എങ്ങനെ ലഭിക്കും? പലരും സ്വന്തം മകളുടെ കല്യാണം, മക്കളുടെ വിദ്യാഭ്യാസം തുടങ്ങിയവയെല്ലാം ലക്ഷ്യമിട്ട് നിക്ഷേപം നടത്തിയവരാണ്. ആ നിക്ഷേപങ്ങളെല്ലാം ഇപ്പോൾ തിരികെ കിട്ടാത്ത അവസ്ഥയാണ്. കഴിഞ്ഞ ദിവസം ഈ നിക്ഷേപം നടത്തിയ ഒരാൾക്ക് പെട്ടെന്ന് ഹൃദയാഘാതമുണ്ടായി. ചികിത്സയ്ക്ക് പണമില്ല. അത് ബാങ്കിൽ അറിയിച്ചപ്പോൾ, ബാങ്ക് ഇപ്പോൾ റിസീവർ ഭരണത്തിലാണ്, ബാങ്കിൽ അറിയിച്ചപ്പോൾ ബാങ്കിനും കൊടുക്കാൻ, അതായത് എമർജൻസി ഫണ്ട് പോലും ബാങ്കിൽ ഇപ്പോൾ എടുക്കാനില്ലാത്ത അവസ്ഥയാണ്. അത്രത്തോളം ഗുരുതരമായ അവസ്ഥയിലാണ്. ഈ ഭരണസമിതിയുടെ കാലാവധി കഴിഞ്ഞ 5-ാം മാസം, അതായത് ഈ വർഷം 5-ാം മാസം അവസാനിച്ചു. അതിനുശേഷം സാധാരണഗതിയിൽ നടക്കാറുള്ള ഇലക്ഷനാണ്. തൊട്ടടുത്ത് ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ ഇറക്കി. പക്ഷേ കഴിഞ്ഞ തുടർച്ചയായി 2004 ശേഷം എല്ലാ 5 വർഷം കൂടുമ്പോഴും ഇലക്ഷൻ നടത്തി ഭരണസമിതി അധികാരത്തിലേറുന്നതാണ്. പക്ഷേ ഇവിടെ തകർന്ന ബാങ്കിൽ എന്ത് ഇലക്ഷൻ എന്ന രീതിയിൽ ഒരാൾ പോലും ഇത്തരത്തിൽ നോമിനേഷൻ കൊടുക്കാൻ പോലും ആളില്ലാത്ത രീതിയിലാണ്. അതായത് പൂർണ്ണമായി MS കുമാർ അടങ്ങുന്ന
സംഘം ഈ ബാങ്കിനെ ഉപേക്ഷിച്ച് കഴിഞ്ഞു. ഇനി ഈ ബാങ്കിൽ നിന്നൊന്നും കിട്ടാനില്ല എന്ന് യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിട്ട് ഒരാൾ പോലും നോമിനേഷൻ കൊടുക്കാനില്ല. അതേ തുടർന്ന് വീണ്ടും ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ ഇറക്കണം. അതിനുവേണ്ടി റിസീവർ ഭരണത്തിലേക്ക് 6 മാസം റിസീവർ ഭരണമാണ് നൽകിയിരിക്കുന്നത്. വളരെ ഗുരുതരമായ അവസ്ഥയാണ്. നിക്ഷേപം നടത്തിയിരിക്കുന്ന ഏകദേശം 400-ലധികം പേരാണ്. ഇതിൽ 80ഓളം പേരാണ് ഇപ്പോൾ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. നമ്മൾ ബാങ്കിലെത്തുമ്പോൾ കണ്ട മറ്റൊരു കാഴ്ച, അവർ ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല. മകളുടെ വിവാഹത്തിന് വേണ്ടി ബാങ്കിൽ പണം ഇട്ടതാണ് അവർ. പക്ഷേ ആ വിവാഹം അടുത്തിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും ആ തുക തിരികെ കിട്ടാത്ത അവസ്ഥ, അവരെന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥ, മകളുടെ വിവാഹം മുടങ്ങുമോ എന്നുള്ള ആശങ്കയിൽ വളരെ വിഷമത്തോടെ തിരികെ പോകുന്ന ആളുകളെ വരെ നമ്മൾ കണ്ടു. എന്നിട്ട് അത്രത്തോളം ഗുരുതരമായ അവസ്ഥ. ഇത് ബാധിക്കപ്പെട്ടവർ സാധാരണ ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ പേരും ഈ വാർദ്ധക്യത്തിലേക്ക് കടന്ന അല്ലെങ്കിൽ ഈ ജീവിതകാലം മുഴുവനുള്ള സമ്പാദ്യമെല്ലാം നിക്ഷേപിച്ച ആളുകളാണ് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരം. എന്തായാലും നിലവിൽ ഈ ഭരണസമിതി അംഗങ്ങളിൽ നിന്ന് ഈ തുക തിരികെ പിടിച്ച് നിക്ഷേപകർക്ക് കൊടുക്കുക, ഒപ്പം ബാങ്കിൻ്റെ ആസ്തി അത് വിറ്റ് നിക്ഷേപകർക്ക് പണം നൽകാനാകുമോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരിശോധിക്കുന്നുണ്ട്.